ഹായ്, വെൽക്കം ടു ഹെൽത്ത് ക്യാബിൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറയാനാണ്. ഞാനിന്ന് ഏകദേശം 30ഓളം ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് കുറേ ആളുകൾ വിളിച്ച് ഓരോ കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തതല്ല, വേറെ ഇൻഷുറൻസിനെ പറ്റിയാണ്. ഹോസ്പിറ്റലിൽ ചെന്നാൽ ബില്ലുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ബില്ലുകൾ കിട്ടണമെങ്കിൽ റൂം എടുക്കാൻ പറ്റില്ല, വാർഡിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പലർക്കും അത് എടുത്തതിൻ്റെ പോരായ്മയാണ്. എന്ന് വെച്ചാൽ നല്ലത് നോക്കിയെടുക്കാത്തതിൻ്റെ ഒരു പോരായ്മയാണത്. നമ്മൾ എപ്പോഴും നമുക്ക് അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയെടുക്കണം. ഞാനതിനെപ്പറ്റി പറഞ്ഞു തരാം നിങ്ങൾക്ക് കറക്റ്റായിട്ട്. നിങ്ങൾ എന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻഷുറൻസുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഇൻഷുറൻസുകൾ ഏതാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. പിന്നെ ഇതെൻ്റെ വൈഫാണ്. അപ്പോൾ ഞാനൊരു 3 കൊല്ലം മുൻപ് ആളുടെ റിലേറ്റീവിന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞിരുന്നു. പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്താണെന്നറിയില്ല, അവർ എടുക്കാൻ കുറച്ച് എടുക്കാൻ കുറേ പറഞ്ഞു ഞങ്ങൾ. പക്ഷേ അവർ പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ട് അവർ ഒന്ന് സ്ലോവിലിട്ടു. അത് എൻ്റെ റിലേറ്റീവായിരുന്നു. 2-3 വർഷമായി അവരുടെ അടുത്ത് പറയണു എടുക്കാനായിട്ട്. അപ്പോൾ അവർക്ക് എടുക്കാൻ സാഹചര്യം ഉണ്ടായില്ല. ആള് ബൈക്ക് റോഡിൽ നിർത്തിയിട്ടൊക്കെ ആയിരുന്നു. ആൾക്കൊരു വണ്ടി വന്ന് ഇടിച്ചു. കുറച്ച് ഒടിവും ചതവൊക്കെ ഉണ്ടായി. ഒരു 3-3.25 ലക്ഷം രൂപയോളം അവർക്ക് ചിലവാക്കേണ്ടിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരിപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് വിഷമിക്കണു. കാരണം അന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രമാരൊരു സംഖ്യ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരുമായിരുന്നില്ല. വീട്ടിലെ സ്വർണ്ണവും ഭൂമിയൊന്നും പണയം വെച്ച് അങ്ങനെ ഒരു ചികിത്സ നടത്തേണ്ടി വരുമായിരുന്നില്ല എന്ന് അവർ നമ്മളോട് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരു 5 ലക്ഷത്തിൻ്റെ പ്രീമിയെങ്കിലും നമ്മൾ എടുക്കണം. ഞങ്ങൾ ഒരു 5 ലക്ഷത്തിന് എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത് ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു എമൗണ്ട് തന്നെയാണ്. ഒരു 5 ലക്ഷത്തെങ്കിലും നമുക്ക് ഒരു ആക്സിഡൻറ്റ് അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വരും. അപ്പോൾ നിങ്ങളോട് പറയണു, എല്ലാവർക്കും ജീവിതത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ്. എങ്ങനെ പോയാലും ഒരു 3 ലക്ഷം 2 ലക്ഷം എല്ലാവരും ഏത് കമ്പനിയിൽ എടുക്കുകയാണെങ്കിലും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നാണ് പറഞ്ഞത്. ആരുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നോക്കി എടുക്കണം എന്നാണ് എനിക്ക് അനുയോജ്യമായ ഇൻഷുറൻസ് എല്ലാവർക്കും. അതേതായാലും അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളതിന് മാച്ചായിട്ടുള്ള ഇൻഷുറൻസ് ഏതാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഒരിക്കലും തീരില്ല. സംശയങ്ങൾ പലരും വിളിച്ച് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ശരിയാ. വീട്ടിൽ പലരും ചേട്ടനെ കാണാൻ വരാറുണ്ട്. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ല. പല കമ്പനികളുടെ ഇതിലും 3 ലക്ഷത്തിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ വാർഡിൽ കിടക്കണം, അല്ലെങ്കിൽ ബില്ല് കൊടുക്കുമ്പോൾ ബില്ല് ഫുള്ള് എമൗണ്ട് കിട്ടുന്നില്ല. അങ്ങനെ പല സംശയങ്ങളായിട്ട് അവരവിടെ വരാറുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സംശയങ്ങൾ ഒരിക്കലും തീരണതല്ല. അത് എപ്പോഴും നമുക്ക് അറിവ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് തന്നെ നമ്മളിപ്പോൾ ഇത്രയും കമ്പനികളിൽ ചെയ്തിട്ടും നമുക്കും ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും അത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് വേണം. അപ്പോൾ ഒരു എന്താ പറയുക, ചെറിയൊരു എമൗണ്ട് മാസം മാറ്റി വെച്ചാൽ നമുക്ക് വലിയൊരു ഹെൽത്ത് സംബന്ധമായ എന്ത് പ്രശ്നം വന്നാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും, ചെറിയൊരു എമൗണ്ട്. അപ്പോൾ എല്ലാവരും ഏത് കമ്പനികളുടെ എടുക്കുകയാണെങ്കിലും അത് നല്ലൊരു ഇൻഷുറൻസ് നോക്കി എടുക്കുക. ഇൻഷുറൻസ് എടുക്കുക മാത്രമല്ല, ആ ഇൻഷുറൻസ് എടുക്കുന്ന ആ ഒരു അഡ്വൈസറുടെ ഹെൽപ്പും നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എടുത്തു കൊടുക്കൽ മാത്രമല്ല, പിന്നെ ഏതൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വേറൊരു ഇൻഷുറൻസ് കമ്പനിക്ക് മാറണമെങ്കിൽ അത് സ്വിച്ച് ഓൺ ചെയ്യുക. അത് അവിടെയാണ് കൂടുതൽ നമുക്കിത് ബെനിഫിറ്റ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് സ്വിച്ച് ഓൺ ചെയ്യാനും ഞങ്ങൾ ചെയ്യാറുണ്ട്. പല കമ്പനികളും ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഇൻഷുറൻസ് എടുക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ഹെൽപ്പും അതിൻ്റെ കൂടെ ഉണ്ടാവും അല്ലേ? കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് ഇൻഷുറൻസാണ് നിങ്ങൾക്ക് അനുയോജ്യമായതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് അതിനെ പറ്റിയ കറക്റ്റായിട്ടുള്ള ഏത് ഇൻഷുറൻസ് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.